തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധം ശക്തം. LDFന്റെ സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഫണ്ട് കുറഞ്ഞതോടെ പാലിയേറ്റീവ് കെയർ അടക്കമുള്ള പദ്ധതികൾ സ്തംഭിച്ചുവെന്നും പിണറായി വിജയൻ. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് UDF സർക്കാർ വെട്ടിനിരത്തിയതോടെ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളടക്കം നിശ്ചലമായ അവസ്ഥയിലാണ്. 1533.55 കോടി രൂപയാണ് VD സതീശൻ ആദ്യ ബജറ്റിൽ തന്നെ വെട്ടിക്കുറച്ചത്. ഖജനാവിൽ ആവശ്യത്തിന് പണമില്ല എന്ന കള്ള ആരോപണത്തിന്റെ മറവിലാണ് ഫണ്ട് പിടിച്ചുവച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലയളവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട അവസാന ഗഡു നൽകാതെയാണ് പോയത് എന്നാണ്. ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അതുമാത്രമാണോ? ഈ സാമ്പത്തിക വർഷം എത്ര മാസമായി? 4 മാസം പിന്നിട്ടിരിക്കുന്നു. 4 മാസം പിന്നിട്ടിട്ട് നമ്മുടെ പദ്ധതി വീതത്തിന്റെ പ്ലാൻ ഫണ്ടിന്റെ ആദ്യ ഗഡു പോലും നൽകാൻ ഇതേവരെ സർക്കാർ തയ്യാറായിട്ടില്ല. ഫണ്ട് നൽകിയില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നറിയാവുന്ന സർക്കാർ തന്നെയാണ് ഇങ്ങനെ സ്തംഭനാവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. ഫണ്ട് തടഞ്ഞുവെച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആകെ കൂച്ചുവിലങ്ങിടുകയാണ് UDF സർക്കാരെന്നും പിണറായി കുറ്റപ്പെടുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന സമീപനം. സർക്കാരിന് അറിയാത്തതല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകിയില്ലെങ്കിൽ അവർ നടപ്പാക്കേണ്ട പദ്ധതികൾ നടപ്പാക്കാനാവില്ല എന്നത്. ബോധപൂർവം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് കൂച്ചുവിലങ്ങിടാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. പാലിയേറ്റീവ് കെയർ അടക്കമുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇതോടെ വഴിമുട്ടിയിരിക്കുകയാണ്. ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയില്ലെങ്കിൽ വലിയ സമരങ്ങൾ കാണേണ്ടി വരുമെന്നും LDF മുന്നറിയിപ്പ് നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.